ഡെയിലി ലൈഫിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന കോണുകൾ എന്ന് പറഞ്ഞ രൂപത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് കോണുകൾ? ഓക്കെ, അപ്പോൾ രണ്ട് വരകൾ കൂട്ടിമുട്ടുന്ന സമയത്ത് ഉണ്ടാകുന്ന രൂപമാണ് കോണുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ കാണിക്കാം. ഇത് രണ്ട് വരകളായിട്ട് സങ്കല്പിക്കാം. ഇതൊരു പിങ്ക് പെൻസിലുണ്ട്, ഒരു ഗ്രീൻ പെൻസിലുണ്ട്. അപ്പോൾ ഇത് നമ്മൾ രണ്ട് വരകളായിട്ട് സങ്കല്പിക്കാം. ഇവ രണ്ടും കൂട്ടിമുട്ടാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഈ വരയും തമ്മിൽ കൂട്ടിമുട്ടാണ്. കണ്ടോ? അപ്പോൾ രണ്ട് വരകൾ കൂട്ടിമുട്ടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരു രൂപമില്ലേ, ഇതിനെയാണ് നമ്മൾ കോണുകൾ എന്ന് പറയുന്നത്. നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് കോണുകളുണ്ട്. നമുക്ക് അതിനൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളെ ഡെയിലി ലൈഫിലെ കോണുകളെ പരിചയപ്പെടാൻ പോവുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് പിക്ക് കണ്ടോ, ജനവാതിൽ. ഇപ്പോൾ ജനവാതിൽ ഇല്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലേ. അപ്പോൾ എല്ലാവരും ഡെയിലി കാണുന്ന ഒന്നാണ് ഈ ജനവാതിലിൻ്റെ അടുത്തുള്ള കോണുകൾ. കണ്ടോ, രണ്ട് വരകൾ ഒന്ന് മുകളിലോട്ടും താഴോട്ടേക്കും പോകുന്ന സമയത്ത് അവിടെ റെഡ് കളർ കൊണ്ട് വരച്ചത് കണ്ടോ. അപ്പോൾ അത് കോണിനുള്ള എക്സാമ്പിളാണ്. അതുപോലെ തന്നെ ഇതാ കണ്ടോ, വത്തക്ക കണ്ടോ. മുകളിൽ മൂന്നാമത്തെ പിക്ക് നമ്മുടെ ആരല്ലേ വത്തക്ക കഴിക്കാത്തത്, തണ്ണിമത്തൻ. അപ്പോൾ കണ്ടോ, അത് നമ്മൾ മുറിക്കുക ഒരു ട്രയാങ്കിൾ ഷേപ്പിലല്ലേ. അപ്പോൾ അവിടെ ഒരു ആംഗിൾ വരുന്നത് കണ്ടോ. അതുപോലെ തന്നെ ക്ലോക്ക് കണ്ടോ, ആദ്യത്തെ മഞ്ഞ ക്ലോക്ക് കണ്ടോ, അതിൽ ചുവന്ന വര കൊണ്ട് വരച്ച് കണ്ടോ, രണ്ട് വരകൾ കണ്ടോ. അപ്പോൾ ആ രണ്ട് വരകൾ കൂട്ടിമുട്ടുമ്പോൾ ഒരു ആംഗിൾ ആയില്ലേ. അപ്പോൾ ഇതുപോലെ നമ്മളെ ഡെയിലി ലൈഫിൽ ഒരുപാട് ആംഗിളുകളുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആംഗിൾസിൻ്റെ ഡെയിലി ലൈഫിൽ എക്സാമ്പിൾസ് കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ദിനം പ്രതി കാണുന്നല്ലേ. പക്ഷെ എപ്പോഴെങ്കിലും ആലോചിച്ചോ ഇതൊക്കെ നമുക്ക് ഗണിതത്തിൽ ഉപകാരപ്പെടും, ഇത് ഗണിതത്തിലെ രൂപങ്ങളാണെന്ന് ആലോചിച്ചോ? ഇല്ലല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് വരകളെ കൂട്ടിമുട്ടുന്ന സമയത്താണ് കോണുകൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ വരകൾ എങ്ങനെ വേണമെങ്കിലും കൂട്ടിമുട്ടാം. അല്ല, ഇങ്ങനെ കറക്റ്റ് ഒരു വര ഈ വര നേരേക്ക് കൂട്ടിമുട്ടാം. കറക്റ്റ് ഇങ്ങനെ നേരെയല്ലേ ഉള്ളത്. അല്ലെങ്കിൽ രണ്ട് വരകൾ എങ്ങനെ കൂട്ടിമുട്ടുക, ഇങ്ങനെ ചേരിഞ്ഞ് ഇങ്ങനെ കൂട്ടിമുട്ടാം. ഓക്കെ, കണ്ടോ, ചേർന്നിട്ടല്ലേ ഉള്ളത്. പിന്നെ ഇതാ തീരെ ഇത്രയും ക്ലോസ് ഇങ്ങനെ കൂട്ടിമുട്ടാം. എങ്ങനെ വേണേലും വരകൾ കൂട്ടിമുട്ടാം. ഓക്കെ, ഇങ്ങനെ കൂട്ടിമുട്ടാം, ഇങ്ങനെ കൂട്ടിമുട്ടാം. ഇപ്പം എങ്ങനെ കൂട്ടിമുട്ടിയാലും നമുക്ക് കോണുകൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവർ എങ്ങനെയാണോ അവർ കൂട്ടിമുട്ടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കോണുകൾ മൂന്നാക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ആരും പേടിക്കണ്ട കേട്ടോ. Break Free Solutions brought to you by EI Labs and Project Discovery.